ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈമറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSCRT സയൻസ് സിംപ്ലിഫൈഡ് എന്ന നമ്മുടെ കോഴ്സിന്റെ ഡേ 7 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താപം ഒഴുകുന്ന വഴികൾ എന്ന പാഠഭാഗമാണ്. 7ാം ക്ലാസ്സിൽ വരുന്ന 9ാമത്തെ പാഠഭാഗമാണിത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത്, അതായത് ഡേ 6 വരെ പഠിച്ചത് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. അത് ഏകദേശം 21 പാഠഭാഗങ്ങളുണ്ട്. നമ്മൾ ക്ലാസ് 7 വരെയുള്ളത്, അതായത് പുതിയ പാഠപുസ്തകം ഉൾപ്പെടെ 7ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 8, 9, 10 ഈ 3 ക്ലാസ്സിലെയും കൂടിയാണ് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കൂടെ പഠിക്കാം. ഞാനപ്പോൾ ആ ടോപ്പിക് ഒന്ന് മാറ്റി നിങ്ങൾക്ക് വേറൊന്നുകൂടെ പഠിക്കാം. ഒരേ ടോപ്പിക്ക് തന്നെ നമ്മൾ കുറച്ചധികം ദിവസം പഠിക്കുമ്പോഴത്തേക്കും ഒരു ബോറടി തോന്നൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മാറ്റി തന്നത്. അപ്പം താപം, ഊഷ്മാവിതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളിൽ സ്ഥിരം ചോദ്യം ചോദിക്കാറുണ്ട്. LGSലാണെങ്കിലും LDC ലെവൽ എക്സാമുകളിലൊക്കെ ആണെങ്കിലും ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സയൻസിന്റെ പോർഷനിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. സോ അപ്പം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു SCRT പാഠഭാഗമാണിത്, താപം ഒഴുകുന്ന വഴികൾ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രകാശം, വൈദ്യുതി ഇതെല്ലാം എന്താണ്? ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ് അല്ലെ. അതേപോലെ തന്നെ താപവും എന്താണ്? ഒരു ഊർജ രൂപമാണ്. ഇനി ഈ ഒരു ഊർജത്തിന്റെ സ്രോതസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതില്ല. ഇനി നമുക്ക് ആവശ്യം വേണ്ടത് ഇവിടെ മുതലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എന്താണ് ഹീറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എന്താണ് താപപ്രേക്ഷണം? അതായത് താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേക്ഷണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഇതിന് പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റീൽ സ്പൂണിൽ അല്പം ജലം എടുത്ത് സ്പിരിറ്റ് ലാമ്പ് ജാലയിൽ കാണിക്കും. അപ്പൊ വെള്ളം ചൂടാകുന്നില്ലേ, സ്പൂൺ ചൂടാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് അത്ര ഒരു ഇമ്പോർട്ടന്റ് അല്ല. ഇതങ്ങനെ വലിയൊരു എക്സ്പെരിമെന്റ് എന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഈ ഒരു പാഠഭാഗത്തിലല്ല, നമ്മൾ പഠിക്കുന്ന എല്ലാ സയൻസ് ഭാഗങ്ങളിലും ഈ വളരെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഒബ്സർവേഷൻസ്, അതിന്റെ ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകും കേട്ടോ. പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണോ അതിൽ നിന്ന് നമുക്ക് വേണ്ട പോയിന്റുകൾ, അതായത് ഈ ഒരു പരീക്ഷണം കഴിഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് കൊടുക്കൂല, ആ പോയിന്റ് മാത്രമേ നമ്മൾ പഠിച്ചു പോകത്തുള്ളൂ. ഓക്കെ, ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ പൊതുവെ കെമിസ്ട്രിയിൽ നിന്നുള്ള എക്സ്പെരിമെന്റ്സും ഫിസിക്സിൽ നിന്നുള്ള എക്സ്പെരിമെന്റ്സും ഒക്കെ ഇതേപോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ PSC പരീക്ഷകളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുക അല്ലെ. ഇതിനെയാണ് നമ്മൾ താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഹീറ്റ് ട്രാൻസ്മിഷൻ ചെയ്യുന്ന വിവിധ രീതികൾ നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ ചില എക്സ്പെരിമെന്റ്സ് അവിടെ പറയുന്നുണ്ട്. ആദ്യം നോക്കാം. ഒരു ഹാക്സോ ബ്ലേഡില് തുല്യമായ അകലത്തിൽ മെഴുക് ഉപയോഗിച്ച് മൊട്ടുസൂചികൾ ഒട്ടിക്കൂ. ഒരറ്റം മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കൂ. കണ്ടോ, ഇവിടെ ആ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് അതില് മൊട്ടുസൂചികൾ ഒരു നിശ്ചിത ദൂരത്തിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മെഴുക് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ആ ഒരു മെഴുകുതിരിയുടെ ആ ഒരു ഫ്ലെയിമിൽ കാണിക്കുവാണ്. അപ്പോ മൊട്ടുസൂചികൾ ഒരുമിച്ചല്ലല്ലോ വീണത്. അപ്പൊ ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഈ മൊട്ടുസൂചികൾ എന്താണ്? താഴത്തേക്ക് വീണു, പക്ഷെ ഒരുമിച്ചല്ല, പല പല സമയത്തായിട്ടല്ല, ഒരുമിച്ചല്ലാതെയാണ് വീഴുന്നത്. അപ്പൊ ഏത് മൊട്ടുസൂചിയാണ് ആദ്യം വീണത്? ഏത് മൊട്ടുസൂചി ആയിരിക്കും ആദ്യം വീണത്? നമുക്കറിയാം, ഈ കാണുന്ന അല്ലെ, ഈ ഫസ്റ്റ് മൊട്ടുസൂചി ആയിരിക്കും. അതായത് ഫ്ലെയിമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു മൊട്ടുസൂചി ആയിരിക്കും ആദ്യം വീണത്. അതിനുശേഷം രണ്ടാമത്തത് വീഴും, അതിനുശേഷം എന്താണ്? മൂന്നാമത്തത് വീഴും. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായി? അതായത് ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ഓർഡറിലാണ് മൊട്ടുസൂചികൾ താഴത്തേക്ക് വീണത് അല്ലെ. അപ്പൊ ഏത് മൊട്ടുസൂചിയാണ് ആദ്യം വീണത്? ഞാനിപ്പോ 1, 2, 3 കൊടുക്കുക അല്ലെ. ഒന്നാമത്തെ മൊട്ടുസൂചിയാണ് ആദ്യം വീണത്. ഏത് മൊട്ടുസൂചിയാണ് അവസാനം വീണത്? മൂന്നാമത്തതാണ് അല്ലെ. അതായത് ഫ്ലെയിമുമായിട്ട് കൂടുതൽ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ആ ഒരു മൊട്ടുസൂചിയാണ് അവസാനം വീണത്. ഇങ്ങനെ ക്രമമായിട്ട് മൊട്ടുസൂചികൾ വീഴാനുള്ള കാരണം എന്താ? അതായത് ഒരുമിച്ചല്ലാതെ, ഒരുമിച്ചാണോ വീണത്? സൈമിൾട്ടേനിയസ് ആയിട്ടാണോ വീണത്? അല്ല അല്ലെ, ക്രമമായിട്ടല്ല ഒരുമിച്ചല്ല വീണത്. പകരം എന്താണ്? ക്രമമായിട്ടാണ്. 1 വീണ്, 2 വീണ്, 3 വീണ്, അങ്ങനെയാണ് വീണത്. ഇതിങ്ങനെ വീഴാനുള്ള കാരണം എന്താണ്? ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ആൻ ഓർഡർ അല്ലെ. ഒരു ഓർഡറിലാണ് താപം ഇതിലൂടെ പ്രേക്ഷണം ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ പല എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ ഞാൻ ഇംഗ്ലീഷിലാണ് നോട്ട് പോലെ കൊടുത്തിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി എഴുതുമ്പോൾ കുറേ സ്പേസിൽ ഇങ്ങനെ എഴുതി പോവേണ്ടി വരും. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ജസ്റ്റ് പോയിന്റ് കൊടുക്കുന്നു, ഞാനത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടൊക്കെ എഴുതി പോകുന്നവരാണെങ്കിൽ അവിടെ അതൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു താപപ്രേഷണ രീതിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ് അല്ലെ. നമുക്ക് അറിയാം, ആറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട
കെമിസ്ട്രിയിലെ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴേ ഇതാണ് പറയുന്നത് അല്ലെ, ഡാൽട്ടന്റെ അറ്റോമിക് തിയറി ഒക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും എന്താണ്, തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഖരവസ്തുക്കളിൽ തന്മാത്രകൾ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാക്സോബ്ലേഡിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഓരോ സെന്റൻസും ഓരോ എന്താ പറയാ ഓരോ പോയിന്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ സെന്റൻസുകളും. അതായത് ഒന്നെന്താണ്, എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ് അല്ലെ. ഇനി ഖരവസ്തുക്കളില് തന്മാത്രകൾ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയുടെ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. നമ്മൾ മുമ്പ് ഒരു റിവിഷൻ ക്ലാസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും 3 എണ്ണത്തിനെ വെച്ചിട്ട് സോളിഡ്, അതേപോലെ ലിക്വിഡ്, ഗേഷ്യസ്. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖരം അല്ലെ. പിന്നെ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയിലുള്ളത്, ഗേഷ്യസ് എന്ന് പറയുന്നത് വാതകാവസ്ഥയിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ മോളിക്കുലർ അറേഞ്ച്മെന്റ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് മോളിക്യൂൾസ് ഇങ്ങനെ അടുക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. ഇവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്താണ്, മോളിക്യൂൾസ് എല്ലാം കൂടി ഇങ്ങനെ അടങ്ങിയിരിക്കുവാണ് അല്ലെ, ഒരുമിച്ച് പിടിച്ചിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഖരാവസ്ഥയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യാപ്തമുണ്ട്, ഫിക്സഡ് വോളിയം ഉണ്ട്, ഫിക്സഡ് ഷേപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ദ്രാവകത്തിലേക്കും വരുമ്പോൾ ഖരാവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ദ്രാവകത്തിന്റെ മോളിക്യൂൾസിൽ തന്മാത്രകൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ഫ്രീഡം ഉണ്ട് അല്ലെ. എന്ന് വെച്ചാൽ ഒരുപാടില്ല, വാതകത്തിന്റെ അത്രയില്ല. വാതകം എന്ന് പറയുന്ന റാൻഡം ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് മോളിക്യൂൾസ് അല്ലെ, അവിടെയും തട്ടി ഇവിടെയും തട്ടിയൊക്കെ കൊളീഷനൊക്കെ വിധേയമായിട്ടാണ് വാതകത്തിലൂടെ മോളിക്യൂൾസ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഖരവസ്തുക്കളില് തന്മാത്രകൾ എന്താണ്, വളരെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഹെക്സോബ്ലേഡിന്റെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ എന്ത് ചെയ്യുന്നു, ഈ താപത്തിനെ സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അപ്പോ ഈ താപം ഇങ്ങനെ പോയി വരുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഈ ഒരു ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, മെഴുകു വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ താപം ചെല്ലുമ്പോഴത്തേക്കും മെഴുകു ഉരുകും അല്ലെ, ഉരുകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആ നീഡില് താഴത്തേക്ക് പോരും. അപ്പോ ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ, ഇല്ല. പകരം എന്താണ്, താപം ഇങ്ങനെ പ്രേക്ഷണം ചെയ്യപ്പെടുവാണ്. അപ്പം ഇത്തരത്തില് തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ, എന്താണ് ചാലനം എന്ന് ക്ലിയർ ആയല്ലോ അല്ലെ. ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിലാണ്, ഖരവസ്തുക്കളിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ആ ഒരു എക്സ്പെരിമെന്റും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അതേപോലെ എന്താണ് ചാലനം അല്ലെങ്കിൽ എന്താണ് കണ്ടക്ഷൻ എന്ന് ഓർക്കുക. ഇനി അപ്പൊ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, ഒട്ടും കടത്തിവിടാത്തവരും ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ കണ്ടക്ഷൻ വഴി താപത്തിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് കടത്തിവിടുന്നവരും അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, അങ്ങനെ കടത്തിവിടാത്തവരുണ്ട്. ഇത്തരത്തില് താപത്തിനെ നന്നായി കടത്തിവിടുന്നവരെയാണ് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. താപത്തിനെ കടത്തിവിടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടക്ടേഴ്സ്, നമ്മൾ ലോഹങ്ങളും ഒക്കെ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പറയും ലോഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, താപത്തിന്റെ ഒരു കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. അപ്പോ ലോഹങ്ങളെല്ലാം തന്നെ എന്താണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ അവരെ നമ്മൾ മലയാളത്തില് സുചാലകങ്ങൾ എന്നാണ് ഈ ഗുഡ് കണ്ടക്ടേഴ്സിനെ വിളിക്കുന്നത്. ഇനി ഒട്ടും കടത്തിവിടാത്തവരുണ്ടല്ലോ, വെരി പുവർ കണ്ടക്ടേഴ്സ് അല്ലെ, ഇവരെ നമ്മൾ കുചാലകങ്ങൾ എന്നും വിളിക്കും. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് എഴുതൂ എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സുചാലകങ്ങൾക്ക് ഉദാഹരണം എന്തായിരിക്കും, നമ്മുടെ മെറ്റൽസ് ഒക്കെ അല്ലെ, കോപ്പർ, അലൂമിനിയം, ടിന്ന്, സിങ്ക്, അങ്ങനത്തെ മെറ്റൽസ് ഒക്കെ എന്താണ്, വളരെ ഈസി ആയിട്ട് ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നവരാണ്. ഇനി കുചാലകങ്ങൾ അല്ലെങ്കിൽ വെരി പുവർ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുക അല്ലെ. അത്തരത്തിലുള്ള ഉദാഹരണമാണ് വുഡ്, ഗ്ലാസ്, അതായത് തടിക്കഷ്ണം, പിന്നെ എന്താണ് ഗ്ലാസ്, ഡ്രസ്സ്, എല്ലാ ഡ്രസ്സും അല്ല കേട്ടോ, എന്നാലും ഡ്രസ്സ്, പിന്നെ റബ്ബർ, പ്ലാസ്റ്റിക്, ചാർക്കോള്, ഇതൊക്കെ എന്താണ്, ഈ കുചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നോക്കിക്കേ. പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക് പാത്രങ്ങളുടെയും കൈപ്പിടി ബേക്കലൈറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. ഇതിന് കാരണം എന്താ? അപ്പോ ബേക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? താപത്തിനെ കടത്തിവിടില്ല അല്ലെ. അത്തരത്തില് താപത്തിനെ കടത്തിവിടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൈപ്പിടിയൊക്കെ നിർമ്മിക്കാൻ ഈ ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത്.
ബേക്കലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണല്ലേ, ഇത് താപത്തിനെ കടത്തിവിടില്ല. ഇനി ഇസ്തിരിപ്പെട്ടി, ഫ്രൈങ് പാൻ തുടങ്ങിയ മറ്റ് വീട്ടുപകരണങ്ങളുടെ കൈപ്പിടിയും എന്താണ്? ഇതുപോലെ തന്നെയാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? താപത്തിനെ കടത്തി വിടാത്ത തരത്തിലുള്ള വസ്തുക്കളാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാനുള്ളത് താപപ്രേക്ഷണം ലോഹങ്ങളില് എങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് അതിന് കൊടുത്തിട്ടുണ്ട്. തുല്യ നീളവും വണ്ണവുമുള്ള ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം കമ്പികൾ എടുത്ത് 3 മരക്കട്ടകളിൽ ചിത്രത്തിൽ ഇതുപോലെ ക്രമീകരിക്കുക. കണ്ടോ, ഇവിടെ മരക്കട്ടകൾ എടുത്തു. എന്നിട്ട് പിന്നെ എന്താണ്? ഇരുമ്പ്. ഇപ്പൊ ഞാൻ വെറുതെ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പം Fe ഇരുമ്പാണെന്ന് വിചാരിക്കുക. അതേപോലെ അടുത്ത എന്താണ്? ചെമ്പ്, അതായത് കോപ്പർ, പിന്നെ അലൂമിനിയം. അപ്പൊ ഈ കമ്പികൾ ഈ മരക്കഷ്ണത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? കമ്പികൾക്ക് പകരം ലാബിൽ ലഭ്യമായ തുല്യ വലിപ്പത്തിലുള്ള ഇരുമ്പ്, അലുമിനിയം, ചെമ്പ് തകിടുകൾ ഉപയോഗിക്കാവുന്ന. ലാബിലൊക്കെ ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് തകിടുകൾ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ കമ്പിയുടെയും അഗ്രഭാഗത്തും മെഴുകുപയോഗിച്ച് മൊട്ടുസൂചി ഉറപ്പിക്കുക. കണ്ടോ, മെഴുകുപയോഗിച്ച് മൊട്ടുസൂചി ഓരോന്നിന്റെ അറ്റത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. 3 കമ്പിയും ചേരുന്ന ഭാഗം സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് തുല്യ അളവിൽ താപം കിട്ടത്തക്ക വിധം ചൂടാക്കുക. അപ്പോ ഇവിടുത്തെ നിരീക്ഷണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും നിരീക്ഷണം? ഈ ഒരു നെയിൽസ് ഇങ്ങനെ ഈ ഒരു മെറ്റൽ സ്ട്രിപ്സിൽ ഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയിൽസ് എന്ത് ചെയ്യും? താഴത്തേക്ക്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക് അത് പോരാൻ തുടങ്ങും അല്ലെ. അപ്പോ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, എല്ലാ മുട്ടുസൂചികളും ഒരേ സമയത്താണോ താഴെ വീണത്? അല്ല. ഏതിലെ മുട്ടുസൂചിയാണ് ആദ്യം വീണത്, പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വീണത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം വീഴുന്നത് ഏതാണ്? കോപ്പറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മുട്ടുസൂചിയാണ്. കോപ്പറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മുട്ടുസൂചിയാണ് ആദ്യം വീഴുന്നത്. അതിനുശേഷം ഏതാണ്? അതിനുശേഷം അലൂമിനിയം. ഫസ്റ്റ് കോപ്പറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ദെൻ അലൂമിനിയം, ആൻഡ് തേർഡ് ആണ് അയണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വീഴുന്നത്. അപ്പോ എന്താണ്? അതായത് ഓരോന്നിലും ഈ ഒരു താപം പ്രേക്ഷണം ചെയ്യുന്നതിന് എന്താണ്? വ്യത്യാസമുണ്ട് അല്ലെ. ലോഹങ്ങളുടെ ഈ ഒരു ചാലനക്ഷമതയ്ക്ക് എന്താണ്? വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം എന്നിവയെ താപപ്രേക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമത്തിൽ എഴുതും. അപ്പൊ ഫസ്റ്റ് ചെമ്പാണ്, ദെൻ അലൂമിനിയം, തേർഡ് വരുന്നത് ഇരുമ്പാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ദ്രാവകങ്ങളിൽ താപപ്രേക്ഷണം സംഭവിക്കുന്നത്. അപ്പൊ അവിടെയും ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. അടിയുരുണ്ട ഒരു ഫ്ലാസ്കില് 1/4 ഭാഗത്തോളം ജലം എടുക്കുക. ഒരു അലൂമിനിയം ഫോയിൽ കഷ്ണത്തിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ ഏതാനും തരികൾ എടുത്ത് മടക്കി അമർത്തി പൊതിയുക. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക? അലൂമിനിയം ഫോയിൽ എടുക്കുക. അലൂമിനിയം ഫോയിൽ കഷ്ണത്തിലെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് KMnO4ന്റെ കുറച്ച് തരികൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് നന്നായിട്ടൊന്ന് പൊതിയുക. അതിൽ മുട്ടുസൂചി ഉപയോഗിച്ച് ഒരു ചെറിയ ദ്വാരം ഇട്ടതിന് ശേഷം ഫ്ലാസ്കിലെ ജലത്തിൽ താഴ്ത്തി വെക്കുക. കണ്ടോ, ഈ ഒരു പിക്ചറിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഫ്ലാസ്ക് ചൂടാക്കുക. ഫ്ലാസ്കിനകത്തുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുക. അപ്പൊ എങ്ങനെയാണ് ദ്രാവകങ്ങളിൽ ഈ ഒരു താപം പ്രേക്ഷണം ചെയ്യണേന്ന് പറയാൻ പോവാണ്. വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് എന്തിനു ഉദാഹരണമാണ്? ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒന്നിന് ഉദാഹരണമാണ് അല്ലെ. അപ്പൊ ചൂടാക്കിയപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലർന്ന ജലം ഏതു ഭാഗത്തേക്കാണ് നീങ്ങിയത്? മുകളിലേക്കാണ് ആ ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലർന്ന ജലം നീങ്ങിയത്. തുടർന്ന് അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ജലപ്രവാഹം ബോട്ടം, അതായത് താഴ്ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്? താപം നൽകുമ്പോൾ ജലം ചൂട് പിടിച്ച് മേലോട്ട് പോവുകയും തണുത്ത ജലം ആ ഭാഗത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ചൂട് പിടിച്ച ജല തന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ജലത്തിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയുള്ള ദ്രാവകങ്ങളിൽ എങ്ങനെയാണ്? ചൂട് പിടിച്ച തന്മാത്രകൾ, ഇപ്പൊ ജലമായതുകൊണ്ട് ജല തന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് താപം പ്രേക്ഷണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ദ്രാവകങ്ങളിൽ നിന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത ഒരു രീതിയാണ് കൺവെക്ഷൻ എന്ന് പറയും, അതായത് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാതെ തന്നെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചാലനം എന്ന് പറഞ്ഞ് പഠിച്ചത്. എന്നാൽ സംവഹനം എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് ഇവിടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. അപ്പോ ഇനി അടുത്ത് നമുക്ക് വാതകങ്ങളിൽ എങ്ങനെയാണ് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ഒരു എക്സ്പെരിമെന്റ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് നോക്കാം. ആവശ്യമായിട്ടുള്ള സാമഗ്രികള് ഷട്ടിൽ കോക്കിന്റെ ചൂട്, ചന്ദ്രത്തിരി, മെഴുകുതിരി,
ഷട്ടിൽ കോക്കിന്റെ കൂട് രണ്ടറ്റവും തുറക്കുക. കണ്ടോ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഒരറ്റത്ത് നിന്ന് 8 സെന്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണത്തിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കുക. മേശപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ച് കൂടിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം ക്രമീകരിക്കണം. ദ്വാരമിട്ട ഭാഗം കൂടിന്റെ അടിഭാഗത്ത് വരണം. വശത്തെ ദ്വാരത്തിന് സമീപത്തായി കത്തിച്ചു ചന്ദനത്തിരി കൊണ്ടുവരിക. പുകയുടെ പ്രവാഹത്തിന്റെ ദിശ നിരീക്ഷിക്കുക. അപ്പം ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെ എടുത്ത് ചോദിക്കില്ല, എന്നാൽ പോലും ഇതിൽ നിന്നുള്ള ആ ഒരു ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും തിരിയുടെ പുകയുടെ പ്രവാഹം ഏത് ദിശയിലായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. സ്മോക്ക് എൻറ്റേഴ്സ് ദ കണ്ടെയ്നർ ത്രൂ എ സ്മോൾ ഹോൾ ആൻഡ് കംസ് ഔട്ട് ത്രൂ ദ ഓപ്പണിംഗ് അബോവ് ദ ഫ്ലെയിം. അതായത് എന്താണ്, ഈ ഒരു ഹോൾ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, ഈ ഹോളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്മോക്ക് ഉള്ളിലേക്ക് കണ്ടെയ്നറിന് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓപ്പണിങ്ങിലൂടെ, ആ ഒരു ഫ്ലെയിമിന് മുകളിൽ കാണുന്ന ആ ഒരു ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് മനസ്സിലാക്കാന്നുള്ളത്. കൂടിനകത്തെ വായു ചൂട് പിടിച്ച് മേലോട്ട് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് സുഷിരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്ത് കിടക്കുന്നു. ഇവിടെയും ദ്രാവകത്തിലേതുപോലെ, കണ്ടോ, ഇവിടെയും എന്താണ്, ലിക്വിഡ്സിൽ സംഭവിക്കുന്നത് പോലെ കണികകളുടെ യഥാർത്ഥമായ ചലനം മുഖേനയാണ് താപം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും പ്രധാനമായും സംവഹനം വഴിയാണ് താപപ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞ ഒരേ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അതായത് ഞാൻ വരച്ചൊക്കെ കാണിച്ചല്ലോ, സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയാണ് മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന്. അതായത് സോളിഡ്സിൽ മോളിക്യൂൾ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കാതെ തന്നെ എന്താണ്, താപം പ്രേഷണം ചെയ്യപ്പെടും. എന്നാൽ ലിക്വിഡ്സിലേക്കും അതേപോലെ വാതകങ്ങളിലേക്കും ഒക്കെ വരുന്ന സമയത്ത് മോളിക്യൂൾസിന് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ കണികകളുടെ ചലനം മുഖേനമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. സ്ഥാനമാറ്റത്തിലൂടെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോ സംവഹനം വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കും ഉള്ളതാണ്. പിന്നെ ചാലനം ഏതാണ്, സോളിഡ്സ് അഥവാ ഖരാവസ്ഥയിലുള്ളതിനാണ്. ഓക്കെ, ഇനി അടുത്തത് സൂര്യനിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആവശ്യം വരുന്നത് ഈ താഴത്തെ ഭാഗമാണ്, വികിരണം ഒരു താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്. നോക്കാം, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് വികിരണം എന്ന് പറയുന്നു. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ സൺറൈസ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. ഇതെന്താണ്, പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിന്റെയും സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക. വികിരണം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2024 നടന്ന ഖാദി ബോർഡിന്റെ പ്രിലിംസിനും ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ഇൻക്യുബേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, വികിരണവുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണിത്. ഒന്നെന്താണ്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത് വികിരണമാണ് അല്ലെ, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെയാണ്. ദെൻ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, അതേപോലെ തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്, വികിരണമാണ്. ഇനി അപ്പൊ താപം പ്രേഷണം ചെയ്യുന്ന 3 രീതികൾ നമ്മൾ പഠിച്ചു. ചാലനം അഥവാ കണ്ടക്ഷൻ, സംവഹനം, വികിരണം അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ചാലനം ആവുമ്പോഴത്തേക്ക് എന്താണ്, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. പ്രധാനമായിട്ട് ഖരപദാർത്ഥങ്ങളിലൊക്കെ ഇത്തരത്തിലാണ് താപം പ്രേഷണം ചെയ്യുന്നത് അല്ലെ. ഇനി സംവഹനത്തിൽ നമ്മൾ എന്താ പഠിച്ചത്, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. ഇനി വികിരണമാണെങ്കിലോ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ ഈ 3 രീതികളൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഇത് കണ്ടോ, ചൂടാറാതെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എന്താണ്, ചൂടാറാതെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്താണ് എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫ്ലാസ്ക് പോലെയുള്ള അതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇവിടെ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഒരു തെർമോ ഫ്ലാസ്കിന്റെ ഭാഗം തന്നിട്ട് എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ ഓരോ പാർട്ടിന്റെ ഉപയോഗം എന്താണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ കണ്ടോ, സ്ഫടിക പാത്രവും അടപ്പും ആ ഒരു അതിന്റെ ഒരു സ്ട്രക്ചർ പറയുവാണേ. കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാലോ അല്ലെ. സ്ഫടിക പാത്രവും അതിന്റെ അടപ്പാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇരട്ട ഭിത്തികൾക്കിടയിലെ ശൂന്യമായിട്ടുള്ള സ്ഥലം കണ്ടോ,
അതേപോലെ സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം. ഒരു ഫ്ലാസ്കിന്റെ ഘടനയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രയോജനം എന്നുള്ളത് പറയുവാണേ. ഇവിടെ ആദ്യം സ്ഫടിക പാത്രവും അടപ്പും കണ്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ്? കണ്ടക്ഷൻ വഴിയുള്ള ആ ഒരു ഹീറ്റ് ട്രാൻസ്മിഷൻ ഒന്ന് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്ഫടിക പാത്രവും ഒരു അടപ്പും വെക്കുന്നത്. പിന്നെ ഇരട്ട ഭിത്തികൾക്കിടയിലെ ശൂന്യമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു എന്താണ് വേക്കന്റ് ആയിട്ടുള്ള വാക്വം പോലെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് കണ്ടോ, സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം. നമുക്ക് ആ ഒരു ഫ്ലാസ്കിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കാണാം അല്ലെ, ഒരു സിൽവർ കോട്ടിംഗ് ആണ് അതിന്റെ ഉള്ളിൽ വരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സിൽവർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ സിൽവർ എന്ന് പറയുന്നത് ഹീറ്റിന്റെ ഒരു ഗുഡ് റിഫ്ലക്ടർ കൂടിയാണ്. അതായത് ഈ ഹീറ്റ് വന്ന് നമ്മുടെ ഫ്ലാസ്കിന്റെ ഇൻസൈഡ് പോർഷനിൽ തട്ടുന്ന സമയത്ത് എന്താണ്, ഹീറ്റ് റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യും. അതായത് നമ്മൾ റിഫ്ലക്ഷനെ പറ്റിയൊക്കെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താ പ്രതിപതനം എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ആ ഒരു ചൂടിനെ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ ബൈ റേഡിയേഷൻ ഈസ് പ്രിവെന്റഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് താപീയ വികാസം ഖരവസ്തുക്കളിൽ എങ്ങനെയാണ് നോക്കാം. ഖരവസ്തുക്കൾക്ക് താപം ലഭിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. അപ്പൊ നോക്കിക്കൊള്ളുക. ഒരു കാർഡ്ബോർഡ് ഷീറ്റിന്റെ മധ്യഭാഗം ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിച്ചു കളയുക. കണ്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 അലൂമിനിയം തകിടുകൾ കാർഡ്ബോർഡ് ഷീറ്റിൽ സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കുക. കണ്ടോ ഇവിടെ അലൂമിനിയം തകിടുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ദെൻ ഈ തകിടുകളെ ഒരു ബാറ്ററി, ബൾബ് എന്നിവയുമായി വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. കണ്ടോ ഈ ഒരു പിക്ചറിലെ ചിത്രീകരണമൊക്കെ കാണിച്ചിട്ടുണ്ട്. മെഴുകുതിരി ഉപയോഗിച്ച് അലൂമിനിയം തകിട് ചൂടാക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബൾബ് പ്രകാശിക്കാൻ, ഇവിടെ എന്താണ്, ബൾബ് കത്തുന്നുണ്ട് അല്ലെ, ലൈറ്റ് തെളിയും. അതായത് ബൾബ് പ്രകാശിക്കാൻ കാരണം എന്താണ്, ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയ അല്ലെ, അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ ബൾബ് തെളിയുന്നുണ്ട്. താപം കൊടുത്തപ്പോൾ തകിടുകൾ തമ്മിൽ സ്പർശിക്കാൻ കാരണം എന്താണ്, അലൂമിനിയം ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എക്സ്പാൻഡ് ചെയ്യപ്പെടും അല്ലെ. നമ്മൾ പറഞ്ഞു താപീയ വികാസം എങ്ങനെയാണ് ഖരവസ്തുക്കളിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ്. സോ ഹീറ്റ് ചെല്ലുന്ന സമയത്ത് അലൂമിനിയം ഷീറ്റ് എന്ത് ചെയ്യും, ആ ഒരു ഹീറ്റിനെ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യും. താപം ലഭിക്കുമ്പോൾ അലൂമിനിയം തകിട് ചൂടുപിടിച്ച് വികസിക്കുന്നു. സർക്യൂട്ട് പൂർത്തിയായി ബൾബ് കത്തുകയും ചെയ്യുന്നു. ജ്വാല അണച്ച് തകിടുകൾ തണുക്കാൻ അനുവദിക്കും. ഇപ്പോൾ എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? അപ്പൊ ഇത്രയേ ഉള്ളൂ. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ എന്തായിരിക്കും, അവ സങ്കോചിക്കുന്നു. അപ്പൊ ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പൊ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, താപം നഷ്ടപ്പെടുമ്പോൾ അവ സങ്കോചിക്കുന്നു എന്നത് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് എങ്ങനെയാണ് ദ്രാവകങ്ങളില് താപീയ വികാസം. അപ്പൊ അതിന് ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ഈ ഒരു ദ്രാവകങ്ങളിലാണെങ്കിലും വാതകങ്ങളിലാണെങ്കിലും ഉള്ള ആ ഒരു എക്സ്പെരിമെന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിൽ നിന്നുള്ള അങ്ങനെ ചോദിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വലിയ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ നിറം കലർത്തിയ ജലം നിറയെ എടുക്കുക. അതിന്റെ റബ്ബർ അടപ്പിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കുക. അതിൽ ലോഹഭാഗം നീക്കം ചെയ്ത് ഒഴിഞ്ഞ ഒരു റീഫിൽ ഉറപ്പിക്കണം. ഈ ബോട്ടിൽ മറ്റൊരു പാത്രത്തിലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കും. നിറം കലർന്ന ജലം ബോട്ടിലിൽ നിന്ന് പുറത്തു വരുന്നതിന് കാരണം എന്തായിരിക്കും? എന്താണ്, ഇത്രയേ ഉള്ളൂ. ആ ഒരു കളേർഡ് വാട്ടർ എന്ത് ചെയ്യും, ഹീറ്റ് വരുന്ന അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും അല്ലെ. ദ്രാവകങ്ങളിലും എന്താണ്, എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങളും എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അപ്പൊ മുമ്പ് നമ്മൾ ഖരാവസ്ഥയിലുള്ള ഖരപദാർത്ഥങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ താപം ലഭിക്കുന്ന സമയത്ത് ദ്രാവകങ്ങളും എന്താണ്, വികസിക്കുന്നു. ആ താപം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തണുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ദ്രാവകങ്ങൾ സങ്കോചിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് താപനില അളക്കാം. അപ്പൊ അതൊന്ന് നോക്കിക്കൊള്ളുക. താപനില അളക്കാൻ എന്താണ്, നമ്മൾ പൊതുവേ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്താണ്, തെർമോമീറ്റേഴ്സ് അല്ലെ. അപ്പൊ നോക്കാം. സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അതായത് എന്താണ്, സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ്. നമ്മൾ മുമ്പ് പറഞ്ഞു ദ്രാവകങ്ങൾക്ക് ഇത്തരത്തിൽ സങ്കോചിക്കാനും വികസിക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ, താപത്തിനെ ലഭിക്കുമ്പോൾ
വികസിക്കുമ്പോൾ വികസിക്കുന്നു, താപം വെളിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തണുക്കുമ്പോൾ എന്താണ് സങ്കോചിക്കുന്നു. അപ്പോൾ ഇത്തരത്തില് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് തെർമോമീറ്ററുകൾ, അതിപ്പോൾ ലബോറട്ടറി തെർമോമീറ്ററുകൾ ആണെങ്കിലും ക്ലിനിക്കൽ തെർമോമീറ്ററുകൾ ആണെങ്കിലും പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് തെർമോമീറ്ററുകളെ പരിചയപ്പെടാം. തെർമോമീറ്ററിന്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ മെർക്കുറി ആണുള്ളത്. അതൊരു തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, ഏതാണുള്ളത്, ഏതാണ്? മെർക്കുറിയാണ്. മെർക്കുറിയുടെ സിമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, അത് ഒരു തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, HG ആണ്. ഓക്കെ, അപ്പോൾ തെർമോമീറ്ററിന്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ എന്താണ്? മെർക്കുറിയാണുള്ളത്. ബൾബിനോട് ചേർന്ന് വായുവില്ലാത്ത നേർത്ത ഒരു കുഴലുണ്ട്. കുഴലില് അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പിക്ചറിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ കൈമുട്ടിന്റെ മടക്കിൽ വെച്ച് ശരീര താപനില പരിശോധിക്കുന്നു. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ എവിടെ വെച്ചിട്ടാണ്? കൈമുട്ടിന്റെ മടക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നത്. ഓക്കെ, ഇനി തെർമോമീറ്ററുകളെ പറ്റിയിട്ട് ഇവിടെ ഒരു 2-3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ലാബ് തെർമോമീറ്ററിൽ നിന്ന് വ്യത്യസ്തമായി ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഈ ലബോറട്ടറി തെർമോമീറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. ദെൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനിലയേക്കാൾ ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനിലയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഏതാണ്? ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് അവിടെ ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് ആണ് താപീയ വികാസം വാതകങ്ങളിൽ എങ്ങനെയാണ്? അതിന് ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്, നോക്കാം. ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുത്ത് അതിന്റെ അടപ്പിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉറപ്പിക്കുക. ട്യൂബിന്റെ അറ്റം മറ്റൊരു പാത്രത്തിലെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുക. കുപ്പി ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കൂ. എന്താണ് നിരീക്ഷിച്ചത്? എന്താണ്? ബബിൾസ് അല്ലെ, കുമിളകൾ ഉണ്ടാവുന്നുണ്ട്. വായു കുമിള വെള്ളത്തിലൂടെ പുറത്തു വരാൻ കാരണം എന്താണ്? എയർ ഇൻസൈഡ് എക്സ്പാൻഡ് ആൻഡ് കംസ് ത്രൂ ദ വാട്ടർ ആസ് ബബിൾസ്. അപ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ആ ഒരു ട്യൂബിനുള്ളിലുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വാട്ടറിലൂടെ അത് ബബിൾസ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇത്രയുള്ള വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 3 സെയിം കാര്യം, ഇപ്പൊ വാതകമാണെങ്കിലും ദ്രാവകമാണെങ്കിലും അതേപോലെ ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിലാണെങ്കിലും താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു, അതേപോലെ താപം പോകുമ്പോൾ അല്ലെങ്കിൽ തണുക്കുന്ന സമയത്ത് എന്താണ്? സങ്കോചിക്കുകയും ചെയ്തു. അപ്പം എക്സ്പെരിമെന്റൽ ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി താപീയ വികാസത്തിന് നമ്മുടെ നിത്യജീവിതത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുറികളില് സീലിങ്ങിനോട് ചേർന്ന് എയർ ഹോളുകൾ നിർമ്മിക്കുന്നത്, വലിയ പാലങ്ങള് പല സ്പാനുകളായി നിർമ്മിക്കുന്നത്, ഒട്ടിപ്പോയ 2 സ്ഫടിക ഗ്ലാസുകൾ വേർപെടുത്താൻ ഗ്ലാസിന് പുറത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഈ ഒരു നമ്മുടെ നിത്യജീവിതത്തിൽ താപീയ വികാസം സംഭവിക്കുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് കടൽക്കാറ്റ്, എന്താണ് കരക്കാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഞാനൊന്ന് പറയുന്നുള്ളൂ. കാര്യം ഒത്തിരി ഇങ്ങനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് ഇത് സോഷ്യൽ സയൻസ് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരുപോലെയല്ല. എന്നാൽ കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര വേഗം ചൂടുപിടിക്കുന്നു. എന്നാൽ കടലിലെ ജലം സാവധാനത്തിൽ മാത്രമേ ചൂടുപിടിക്കുന്നുള്ളൂ. കരയുടെ മുകളിലുള്ള വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഈ സമയം കടലിൽ നിന്ന് ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. ഇതാണ് കടൽക്കാറ്റ്. അതായത് കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പോകുന്നതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി അതെന്താണ് അതിന്റെ ബിഹൈൻഡുള്ള റീസൺ ആണ് ഈ പറഞ്ഞത് മൊത്തം. അതായത് കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്ന ഒരുപോലെയല്ല. എന്നാൽ കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവിലും എന്താണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. പകൽ സമയത്ത് സൂര്യതാപത്താൽ കരയാണ് വേഗം ചൂടുപിടിക്കുന്നത്. പക്ഷേ കടലിലെ ജലം എന്താണ്? ഈ ഒരു പകൽ സമയത്ത് സാവധാനം മാത്രമേ ചൂടുപിടിക്കുകയുള്ളൂ. അപ്പോ കരയുടെ മുകളിലുള്ള വായു ചൂടുപിടിച്ച് വികസിച്ച് എങ്ങോട്ടേക്ക് ഉയരുന്നു? മുകളിലേക്ക് ഉയരുന്നു. കാരണം എന്താണ്? കര വേഗം തന്നെ ചൂടുപിടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സമയം എന്താണ്? കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു, അപ്പൊ കടലിലുള്ള വായു ചൂട് കുറഞ്ഞതുമാണ്, കരയിലുള്ളത് എന്താണ്? ചൂട് കൂടുതലുമാണ് അല്ലെ. അപ്പോൾ കരയിലേക്ക് പ്രവഹിക്കും. ഇതിനെയാണ് നമ്മൾ കടൽ കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു കരക്കാറ്റ്. ഇതെന്താണ്? രാത്രിയിൽ, മുമ്പ് നമ്മൾ കടൽക്കാറ്റ് പറഞ്ഞത് പകൽ സമയത്തെ കാര്യമാണ്. ഇനി രാത്രിയിൽ നേരെ തിരിച്ച, രാത്രിയിൽ കര വേഗം തണുക്കും അല്ലെ. കടല് വളരെ സാവധാനമാണ് തണുക്കുന്നത്. അതുകൊണ്ട് കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. അപ്പോൾ കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിൽ പ്രവഹിക്കും. ഇതാണ് കരക്കാറ്റ്. അപ്പം
സോ അപ്പം കരക്കാറ്റ് രാത്രിയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു രാത്രിയിൽ കര വേഗം തണുക്കും, കടൽ എന്താണ് കുറച്ചുകൂടെ സമയമെടുക്കും അല്ലെ, സാവധാനമാണ് തണുക്കുന്നത്. അതുകൊണ്ട് കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. കാരണം എന്താണ്, കടല് സാവധാനമാണ് തണുത്തു വരുന്നത് അല്ലെ. അപ്പൊ കടലിന് മുകളിലെ വായു എന്താണ്, കരയ്ക്ക് മുകളിലെ വായുവിനേക്കാളും വികസിച്ചാണ് ഇരിക്കുന്നത്. സോ കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കും. ഇതിനെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കൊള്ളുക, കാറ്റിന്റെ ദിശ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് അങ്ങനെ പഠിക്കാൻ മാത്രമുള്ള ഒന്നുമില്ല. കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട്. ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ പഠിക്കുന്നുണ്ട്, വേൾഡ് ജോഗ്രഫി ഒക്കെ വരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് ആവശ്യമില്ല, സയൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അത് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക, സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് അധികവും എവിടെയാണ്, ഭൂമധ്യരേഖാ പ്രദേശത്താണ് എന്നുള്ളതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ ഇവിടെ മൺസൂൺ മഴയെ പറ്റി ഒരു കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, സോഷ്യൽ സ്റ്റഡീസിന്റെ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബവുമായി പതിക്കുന്നത്. അപ്പോൾ ഉപരിതല വായു ചൂടുപിടിച്ച് വികസിക്കുന്നു. ഈ സമയങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നു. ഇത് മൺസൂൺ മഴയ്ക്ക് കാരണമാവുന്നു. വായുവിൽ പെട്ടെന്നുണ്ടാവുന്ന സങ്കോച വികാസങ്ങൾ ശക്തമായ കാറ്റിന് കാരണമാവുന്നു. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് മുതലായ വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി പറയുന്നില്ല. ജസ്റ്റ് ഇവിടെ ഇത് കൊടുക്കാനുള്ള കാര്യം, ആ ഒരു വായു ഇങ്ങനെ ചൂട് പിടിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു താപപ്രേക്ഷണത്തിനെ പറ്റി ബന്ധപ്പെട്ട് കൊടുക്കുക. പിന്നെ ശക്തമായ കാറ്റും മഴയും മിന്നലുള്ളപ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടി അംഗങ്ങളാവാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.